1921 അമേരിക്കയിലെ ഓക്ലഹോമ സംസ്ഥാനത്തുള്ള തുൾസ നഗരം. അവിടെ ഗ്രീൻവുഡ് എന്നൊരു പ്രദേശമുണ്ടായിരുന്നു. ലോകം അതിനെ വിളിച്ചിരുന്നത് ബ്ലാക്ക് വാൾ സ്ട്രീറ്റ് എന്നായിരുന്നു. അവിടെ ഡോളറുകൾക്ക് വംശീയതയുടെ നിറമില്ലായിരുന്നു. കറുത്ത വർഗ്ഗക്കാരായ ഡോക്ടർമാർ, വക്കീലന്മാർ, വ്യവസായ പ്രമുഖർ അവർ സ്വന്തമായി ബാങ്കുകളും ലൈബ്രറികളും വിമാനങ്ങൾ പോലും നിർമ്മിച്ചു. അമേരിക്കൻ സ്വപ്നത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഖമായിരുന്നു ഗ്രീൻവുഡ്. പക്ഷേ ആ ഐശ്വര്യം വംശീയവാദികളുടെ കണ്ണിലെ കരടായി മാറി. എല്ലാം തുടങ്ങിയത് ഒരു ലിഫ്റ്റിൽ നിന്നാണ്. 19 വയസ്സുകാരനായ ഡിക്ക് റൗലൻഡ് എന്ന കറുത്ത വർഗ്ഗക്കാരൻ സാറാ പേജ് എന്ന വെളുത്ത വർഗ്ഗക്കാരിയായ ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ കയ്യിൽ അറിയാതെ സ്പർശിക്കുന്നു. ഒരു ചെറിയ സംഭവം. അവിടെ എന്ത് സംഭവിച്ചു എന്നത് ഇന്നും ദുരൂഹമാണ്. പക്ഷേ അവിടുത്തെ വംശീയവാദികളായ പത്രങ്ങൾ അതിനെ ഒരു ലൈംഗികാതിക്രമമായി ചിത്രീകരിച്ചു. കറുത്ത വർഗ്ഗക്കാരനെ പിടികൂടുക എന്ന തലക്കെട്ടോടെ പത്രങ്ങൾ വാർത്തകൾ പടച്ചുവിട്ടു. അതൊരു വെറും വാർത്തയായിരുന്നില്ല, ഒരു ജനതയെ തുടച്ചു നീക്കാനുള്ള തീപ്പൊരിയായിരുന്നു. 1921 മെയ് 31 രാത്രി ആയുധധാരികളായ വെള്ളക്കാരുടെ ഒരു വലിയ ആൾക്കൂട്ടം ഗ്രീൻവുഡ് വളഞ്ഞു. വെറുപ്പിന്റെ രാഷ്ട്രീയവും വംശീയമായ അസൂയയും ആ ജനക്കൂട്ടത്തെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു. അവർ ഗ്രീൻവുഡിലേക്ക് ഇരച്ചു കയറി. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും തീയിട്ടു. കയ്യിൽ കിട്ടിയവരെ എല്ലാം വെടിവെച്ചു വീഴ്ത്തി. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ആ കാഴ്ചയ്ക്ക് അന്ന് ആകാശം സാക്ഷ്യം വഹിച്ചു. അന്ന് തുൾസയുടെ ആകാശത്ത് സ്വകാര്യ വിമാനങ്ങൾ വട്ടമിട്ടു പറന്നു. ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം രാജ്യത്തെ പൗരന്മാർക്ക് നേരെ വിമാനത്തിൽ നിന്നും തീകോരി ഒഴിച്ചു. ആകാശത്തു നിന്നും ബോംബുകൾ വർഷിച്ചു. ഗ്രീൻവുഡ് ഒരു ചുടുചാമ്പലായി മാറി. പോലീസും ഭരണകൂടവും ആ അക്രമികൾക്ക് കൂട്ടുനിന്നു എന്ന് മാത്രമല്ല, അക്രമികളെ സ്പെഷ്യൽ ഡെപ്യൂട്ടികളായി നിയമിക്കുകയും ചെയ്തു. ഇതൊരു കലാപമായിരുന്നില്ല, ഇതൊരു ആസൂത്രിതമായ നരനായാട്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ഈ ക്രൂരത? അതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. ജിം ക്രോ നിയമങ്ങൾ നിലനിന്നിരുന്ന കാലം. കറുത്ത വർഗ്ഗക്കാർ സാമ്പത്തികമായി വളരുന്നത് വെള്ളക്കാരിലെ ഒരു വിഭാഗത്തിന് സഹിക്കാനായില്ല. അവരുടെ വളർച്ചയെ തകർക്കാൻ വംശീയതയെ അവർ ആയുധമാക്കി. കൊല്ലപ്പെട്ടത് 300ഓളം മനുഷ്യർ. 10,000ഓളം പേർക്ക് വീട് നഷ്ടപ്പെട്ടു. ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകാൻ വിസമ്മതിച്ചു. ഭരണകൂടം ഈ സംഭവത്തെ ചരിത്രരേഖകളിൽ നിന്നും മായ്ച്ചു കളയാൻ ശ്രമിച്ചു. പതിറ്റാണ്ടുകളോളം അമേരിക്കൻ പാഠപുസ്തകങ്ങളിൽ ഈ കൂട്ടക്കൊലയെക്കുറിച്ച് ഒരു വാക്കുപോലും ഉണ്ടായിരുന്നില്ല. 100 വർഷങ്ങൾക്കിപ്പുറവും തുൾസയിലെ മണ്ണ് നീതിക്കായി നിലവിളിക്കുന്നുണ്ട്. നിശബ്ദമാക്കപ്പെട്ട ചരിത്രങ്ങൾ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗ്രീൻവുഡ് എന്ന ബ്ലാക്ക് വാൾ സ്ട്രീറ്റ് വെറും ഒരു ചാരക്കൂമ്പാരമല്ല, അത് വംശീയതയ്ക്കും അനീതിക്കുമെതിരെയുള്ള പോരാട്ടത്തിന്റെ ഒരു കനലാണ്. ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ: മറവി എന്നത് മറ്റൊരു കൂട്ടക്കൊലയ്ക്ക് തുല്യമാണ്.